ഹായ്, വെൽക്കം ബാക്ക് ടു സൈലം ജീനിയസ് ചാനൽ. 2025 JEE ആസ്പിരൻസിൻ്റെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പല യൂട്യൂബ് ചാനലിലും കാണുന്ന ഒരു കാര്യമാണ്, ചില ചാപ്റ്റേഴ്സ് അപ്പാടെ വിട്ട് കളഞ്ഞ് നമുക്ക് എക്സാമിന് പോകാം. ഇനി ചില സെക്ഷൻസ് തന്നെ, പ്രത്യേകിച്ച് കാൽക്കുലസ് ഒക്കെ മുഴുവൻ ഉപേക്ഷിച്ചും JEE എക്സാമിന് പോകാം എന്നൊക്കെ പല ചാനൽസും റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞത് ബോർഡ് എക്സാം പോലത്തെ പരീക്ഷകളല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പരീക്ഷകളാണ്. ബോർഡ് എക്സാമിന് കഴിഞ്ഞ വർഷം വരെ ചില ചാപ്റ്റേഴ്സ് പഠിച്ചു പോയില്ലെങ്കിൽ പോലും ഫുൾ A+ വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ള കുറേ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ചില ചാപ്റ്ററുകളിൽ നിന്ന് ഇത്ര സ്പെസിഫിക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്ര മാർക്കിന് വരൂ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടാവും. പക്ഷേ എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ച് ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറയാമെങ്കിൽ പോലും ഇന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻ വരുമെന്ന് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. അതേപോലെ തന്നെ ഈ വർഷത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും ഒരു ചാപ്റ്റർ അപ്പാടെ നമ്മൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇനി കാൽക്കുലസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേജർ ചങ്ക് ഓഫ് ദ സിലബസ് തന്നെയാണ്. അപ്പോൾ കാൽക്കുലസിൽ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സാധാരണഗതിയിൽ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ഒന്നും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഒന്നും പലപ്പോഴും ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഈ ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യനുകൾ വരുമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിനുള്ള ബേസിക്സ് കൂടി നമുക്ക് അറിയണ്ടേ. ഉദാഹരണത്തിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ ഇൻ്റഗ്രേഷൻ അറിയേണ്ടതല്ലേ. അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ചെയ്യാൻ അറിയണമെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുലകൾ അറിയേണ്ടതല്ലേ. ആൻഡ് ഇനി നമുക്കറിയാം JEE പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്, അതും മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോയൊരു ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ കാൽക്കുലസും കൂടി മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നാലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ അറ്റ്ലീസ്റ്റ് ബേസിക് ഫോർമുലകളെങ്കിലും പഠിച്ച് പോവാം. ഓക്കെ, നിങ്ങൾ ആ ചെയ്യുന്ന ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറയ്ക്കാമെന്നല്ലാതെ ഒരു ചാപ്റ്റർ തീരെ നോക്കാതെ ഒരു ഐഡിയ ഇല്ലാതെ ഫോർമുലകളൊന്നും അറിയാതെ പോകരുത്. പ്രത്യേകിച്ച് കാൽക്കുലസ് പോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ലിമിറ്റിൻ്റെ ബേസിക് റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം, എന്തായാലും ഡിഫറൻഷിയേഷൻ്റെ ബേസിക് റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം, ഇൻ്റഗ്രേഷൻ്റെ ബേസിക് റിസൾട്ടുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഓരോ ചാപ്റ്ററും എത്ര ഡെപ്തിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചും നിങ്ങളുടെ ആസ്പിറേഷൻ അനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേരി ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഓർക്കുക. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യത്രേ ഉള്ളൂ, നമ്മൾ ചുറ്റുള്ള ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുക തന്നെ വേണം. ഏത് ചാപ്റ്ററിൽ നിന്ന് ഇന്ന് എത്ര ക്വസ്റ്റ്യൻ വരുമെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓഫ് കോഴ്സ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകൾ ഏതാണെന്ന് നമ്മൾ ഓൾറെഡി മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ അറ്റംപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചാപ്റ്ററുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ ബേസിക് റിസൾട്ട് എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചു പോയി, പക്ഷേ ആ ചാപ്റ്ററിൽ നിന്ന് ടഫ് ക്വസ്റ്റ്യനും നമ്മൾ ടഫാണെന്ന് വിചാരിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് എളുപ്പം ക്വസ്റ്റ്യനൊക്കെ വന്നാലോ, അപ്പോഴും നമുക്ക് നഷ്ടം സംഭവിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി കൂടി നന്നായിട്ട് ചിന്തിച്ചിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. പരമാവധി എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകണം. നമ്മളെ JEE ജനുവരി എക്സാമിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് യൂഷ്വലി ലോ സ്കോറിങ് എക്സാമാണ്. ഏപ്രിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ സ്കോറിന് ബെറ്റർ പെർസെൻറ്റേജിൽ കിട്ടാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇപ്രാവശ്യം എക്സാമിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മൊത്തം 3 മണിക്കൂറിൽ ഫ്യൂവർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്രാവശ്യം നമുക്ക് ബെറ്റർ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ചുറ്റുള്ള ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് കണ്ടൻറ്റുമായിട്ട്, നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസായിട്ട്, നിങ്ങൾക്ക് വേണ്ട സ്ട്രാറ്റജീസുമായിട്ട് നമ്മുടെ സൈലം ജീനിയസ് ചാനൽ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.